ബി.ജെ.പി. നേതാക്കൾക്കെതിരായിട്ടുള്ള ഏതെങ്കിലും കേസിൻ്റെ അന്വേഷണവുമായി ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഇപ്പോഴും വേട്ടയാടുന്നു എന്ന സൂചന നൽകുകയാണ് ബി.ജെ.പി. എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന് ചോദിച്ചാൽ, നിലവിൽ ഇനി അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളെ വേട്ടയാടി കഴിഞ്ഞാൽ സമാധാനമായിട്ട് നിങ്ങൾക്ക് ഒരിടത്ത് ഇരിക്കാൻ കഴിയില്ല എന്ന കൃത്യമായ സന്ദേശം ഓരോ ഉദ്യോഗസ്ഥർക്കും നൽകാനായിരിക്കണം ഇങ്ങനെ ചെയ്യുന്നത് എന്നതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ചൊരു വാർത്തയാണ് ബി.ജെ.പി. നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായുടെ അറസ്റ്റിലേക്ക് നയിച്ച സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കൊലക്കേസ് അന്വേഷിച്ച സംഘത്തിൽപ്പെട്ട മുൻ DGPക്ക് 41 വർഷം പഴക്കമുള്ള കേസിൽ ഇപ്പോൾ ഒരു അറസ്റ്റ് വാറണ്ട് വന്നിട്ടുണ്ട് എന്നതാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോവേണ്ട കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. 1984 രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിൽ ഗുജറാത്ത് മുൻ DGP കുൽദീപ് ശർമ്മയ്ക്കെതിരെ ഭുജ് ജില്ലാ കോടതിയാണ് ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. അന്യായമായി തടങ്കലിലാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയിൽ കോടതിയിൽ ഹാജരാവാത്തതിനെ തുടർന്നാണ് വിരമിച്ച IPS ഉദ്യോഗസ്ഥനെതിരായ കോടതിയുടെ നടപടി. 15 ദിവസത്തിനുള്ളിൽ ഹാജരാകാനും കോടതി ശർമ്മയോട് ഉത്തരവിട്ടിട്ടുണ്ട്. 1984 കച്ചിൽ പോലീസ് സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചിരുന്ന ശർമ്മ മുതിർന്ന കോൺഗ്രസ് നേതാവ് അബ്ദുൽ ഹാജി ഇബ്രാഹിമിനെ സ്വന്തം ഓഫീസിനുള്ളിൽ കയറി ആക്രമിച്ചതാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം. കേസിൽ സെക്ഷൻ 342 പ്രകാരം ശർമ്മ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി അദ്ദേഹത്തിന് 3 മാസത്തെ തടവും 1000 രൂപ പിഴയും വിധിച്ചു. സർവീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായ സർക്കാർ അനുമതി ലഭിക്കാത്തതിനാലാണ് കേസ് ഇത്രയും നീണ്ടുപോയത്. എന്നാൽ സൊഹ്റാബുദ്ദീൻ കേസ് സജീവമായതിന് പിന്നാലെ ഏകദേശം 28 വർഷത്തിന് ശേഷം 2012 ഫെബ്രുവരിയിൽ അന്നത്തെ മോദി സർക്കാർ അനുമതി നൽകുകയാണ്. സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയെങ്കിലും വിചാരണ നേരിടാനായിരുന്നു നിർദ്ദേശം ലഭിച്ചത്. ഇതിനൊടുവിലാണ് ഭുജ് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് കൊല്ലപ്പെട്ടതിനിടെയുണ്ടായ ഏറ്റുമുട്ടലിൻ്റെ ആധികാരികതയിൽ സംശയമുണ്ടാക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് അന്ന് അഡീഷണൽ DGP ആയിരുന്ന ഇതേ ശർമ്മയായിരുന്നു. ശർമ്മയുടെ റിപ്പോർട്ടാണ് പിന്നീട് കേസ് ഏറ്റെടുത്ത CBI പ്രധാനമായും തെളിവായി ഏറ്റെടുക്കുന്നത്. തുടർന്ന് കേസിൽ അമിത്ഷാ അറസ്റ്റിലാവുകയുണ്ടായി. 1976 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനായ ശർമ്മ 2014 വിരമിക്കുന്നത്. സൊഹ്റാബുദ്ദീൻ കേസിലെ റിപ്പോർട്ടാണ് ശർമ്മയ്ക്കെതിരായ നടപടിക്ക് പിന്നിലെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമായിട്ട് വന്നിരിക്കുന്നത്. BJP ഇത് നമ്മൾ അറിയുമ്പോൾ എന്താണ് ഈ സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് കേസ് എന്നുകൂടി നമ്മളൊന്ന് പരിശോധിച്ച് പോകേണ്ടതുണ്ട്. 2005 നവംബറിലാണ് അധോലോക നായകനും BJPയുടെ അനുഭാവിയുമായിരുന്ന സൊഹ്റാബുദ്ദീനെയും ഭാര്യ കൗസർബിയെയും സുഹൃത്ത് പ്രജാപതിയെയും മുംബൈയിൽ വെച്ച് ഗുജറാത്ത് പോലീസ് തട്ടിക്കൊണ്ടുപോകുന്നത്. 2 ദിവസത്തിന് ശേഷം മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ കൊലപ്പെടുത്താൻ എത്തിയ തീവ്രവാദി എന്നാരോപിച്ച് സൊഹ്റാബുദ്ദീനെ വെടിവെച്ചു കൊന്നു. പിന്നീട് കൗസർബിയെയും കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ചു. ഈ 2 സംഭവങ്ങൾക്കും സാക്ഷിയായ പ്രജാപതിയെ അടുത്ത വർഷം ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തി എന്നാണ് CBIയുടെ കേസ്. ഈ 3 കേസും ഒറ്റ കേസായാണ് CBI അന്വേഷിച്ചത്. ഈ സംഭവത്തിൽ അമിത്ഷാക്കെതിരെ റിപ്പോർട്ട് നൽകിയ അല്ലെങ്കിൽ CBI ആ കേസിന് ആധാരമാക്കിയതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത വ്യക്തി എന്ന നിലയ്ക്കാണ് ശർമ്മയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തത് എന്നാണ് പ്രധാനപ്പെട്ട ആക്ഷേപമുള്ളത്. ഈ പ്രതികാര നടപടി മറ്റു ചില ആളുകളും നേരിട്ടിട്ടുണ്ട്. മോദി അമിത്ഷാ കാലത്ത് ഗുജറാത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇതാദ്യമൊന്നുമല്ല ഇത്തരത്തിലുള്ള പ്രതികാര നടപടി നേരിടുന്നത്. 2002 ഗുജറാത്ത് കലാപത്തിൽ മോദിക്കെതിരെ മൊഴി നൽകിയ മുതിർന്ന IPS ഉദ്യോഗസ്ഥനായിരുന്ന സഞ്ജീവ് ഭട്ട് വർഷങ്ങളായി ഇപ്പോഴും ജയിലിലാണ്. ഇരുവരും ആരോപണ വിധേയരായ ഇഷ്റത്ത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ കേസ് അന്വേഷിച്ച മറ്റൊരു മുൻ IPSകാരൻ സതീഷ് ചന്ദ്ര വർമ്മ സർവീസിൽ നിന്ന് പിന്നീട് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. കലാപത്തിൽ മോദിക്കെതിരെ സാക്ഷി നൽകിയ മലയാളിയായ ഉദ്യോഗസ്ഥൻ RB ശ്രീകുമാറും അറസ്റ്റിലാവുകയുണ്ടായി. ഇത്തരത്തിൽ പ്രതികാര നടപടികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും അത് സാധ്യമാകുമോ എന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ശർമ്മ ഇപ്പോൾ കോടതി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് 41 വർഷത്തിന് ശേഷം.